അടിപൊളി ബസ് സ്റ്റാൻഡാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ബസ് സ്റ്റാൻഡാണ്. അപ്പോൾ ആണിയൻ റോസ്റ്റ്, മുട്ട റോസ്റ്റ്, ഇഡ്ഡലി, ദോശ, ചിക്കൻ റൈസ്, ചിക്കൻ നൂഡിൽസ്, കൊത്തു പൊറോട്ട, ചില്ലി இருக்கு, பெப்பர் சிக்கன், കൊത്തു പൊറോട്ട இருக்கா? കൊത്തു പൊറോട്ട இருக்கு. ഡ്രൈവർ ഊട്ടിയിൽ നിന്ന് പച്ചക്കറിയൊക്കെ മേടിച്ച് സ്റ്റോക്കാക്കി വെച്ചിട്ടുണ്ട്. അസ്സലാമലൈക്കും, നമസ്കാരം സുഹൃത്തുക്കളെ. ഞാനിന്ന് ഒരു ചെന്നൈ യാത്ര പോവാണ്. അതായത് ഗൂഡല്ലൂരിൽ നിന്ന് ചെന്നൈ വരെ പോകുന്ന ഈ SCTC ബസ്സിൽ, SCTC കോർപ്പറേഷൻ്റെ TNSTC ആ ബസ്സിലാണ് നമ്മളിന്ന് യാത്ര ചെയ്യാൻ പോണത്. അത് ഗൂഡല്ലൂരിൽ നിന്ന് എല്ലാ ദിവസവും 2 മണിക്ക്, ഉച്ചയ്ക്ക് 2 മണിക്ക് ചെന്നൈക്ക് പോകുന്നൊരു ബസ്സാണ്. ഇതിലൊന്ന് യാത്ര ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ വന്നിട്ടുള്ളത്. സമയം 1:30 ഇപ്പോൾ ടൈം. 2 മണിക്ക് ഇത് പുറപ്പെടും. ഞാൻ ഇന്നലെ ഇതിന് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് ഈ ബസ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ തയ്യാറായി നിൽക്കുകയാണ്. കറക്റ്റായിട്ട് 2 മണിക്ക് ഇവിടെ നിന്ന് എടുക്കുന്നതാണ് നമ്മുടെ ടിക്കറ്റിൽ ടൈം. 1:30 സമയം. ബസ് ഇപ്പോൾ വന്നേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ ഈ SCTC കോർപ്പറേഷൻ്റെ ചെന്നൈ ബസ്സിൽ നമ്മളൊന്ന് യാത്ര ചെയ്യാൻ പോവാണ്. ஒன்று அன்னைக்கு நான் உங்கள் கூட சென்னை நீ இப்போ யூடியூப்ல போட போறியா? சும்மா யூடியூப்ல போட்டு டிஆர்பி ரேட் நீ ஏற்றிக்கிறியா? നല്ല വണ്ടിയാ. റെഡി. സീറ്റ് ഇവിടെ ഉണ്ട്. ബുക്ക് ചെയ്തിരിക്കുന്നത് സീറ്റ് നമ്പർ 2 ആണ്. ഇതാണ് തോന്നുന്നത് സീറ്റ്. ഇവിടെ ആളുണ്ട്. ഓക്കെ, നോ പ്രോബ്ലം. ഇത് സാധാ ഒരു ബസ്സാണ്. സാധാ ബസ് മീൻസ് ജസ്റ്റ് പുഷ് ബാക്ക് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ AC, നോൺ AC സ്ലീപ്പർ അങ്ങനെയൊക്കെ ഉണ്ട്. AC സ്ലീപ്പർ, നോൺ AC സ്ലീപ്പറൊക്കെ ഉണ്ട് ഈ ബസ്സിൻ്റെ വേറെ. പക്ഷേ ഇവിടെ നമ്മൾ പുറപ്പെടുന്നതൊക്കെ ഈ ഓർഡിനറി ഈ ബസ്സാണ്. ഇതിലൊരിക്കൽ ഞാൻ ഇതിന് മുമ്പ് യാത്ര ചെയ്തിട്ടുണ്ട് ചെന്നൈയിൽ നിന്ന് കേട്ടോ. അപ്പം അന്നുണ്ടായിരുന്ന ഡ്രൈവറും കണ്ടക്ടർ തന്നെയാണ് ഇന്നുള്ളത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ കണ്ടപ്പോൾ അവർ പറഞ്ഞപ്പോൾ അതൊക്കെ എന്നെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ഇപ്പോൾ ബസ് ഇവിടുന്ന് പുറപ്പെടാനുള്ള ടൈമായിരിക്കണം. പക്ഷേ ഇവിടുന്ന് പുറത്ത് കുറേ ആൾക്കാർ ഇങ്ങനെ വരാൻ വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്യാതെ തന്നെ കുറേ പേരുണ്ട്. അവർ സീറ്റിന് വേണ്ടിയൊക്കെ പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് അതിൻ്റെ ബഹളം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കറക്റ്റ് 2 മണിയാണ് ഇതിൻ്റെ ടൈം. ഏകദേശം 2 മണിയായി. ഇനി ഇപ്പോൾ ബസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പുറപ്പെടും. ബസ് ഫുള്ളാണ് കേട്ടോ. സീറ്റ് ഫുള്ളാണ്. ഫുൾ സീറ്റിംഗ് ആണ്. ഫുൾ സീറ്റും ബുക്കിംഗ് കഴിഞ്ഞാണ്. ബുക്കിങ്ങിൻ്റെ പുറമേ കുറേ ആൾക്കാർ ഇങ്ങനെ സീറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഇന്നലെ ഈ സീറ്റ് ബുക്ക് ചെയ്തിട്ട് ബുക്ക് പിന്നെ കിട്ടിയില്ല. എനിക്ക് ബുക്കിംഗ് ആയില്ലായിരുന്നു. ഫെയിലറായിരുന്നു. പിന്നെ രാവിലെ ഞാൻ വീണ്ടും രണ്ടാമത് ബുക്ക് ചെയ്തതാണ്. ഇപ്പോൾ ഇവിടുന്ന് 665 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ഏകദേശം 600 കിലോമീറ്റർ ദൂരമുണ്ട്. ഇപ്പോൾ 2 മണിക്ക് പുറപ്പെട്ടിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് അവിടെ എത്തുന്നത്. അപ്പോൾ ഇത് പോകുന്ന റൂട്ട് എന്ന് പറയുന്നത് മേട്ടുപ്പാളയം പോയിട്ട് പിന്നെ അണ്ണൂർ, അവനാസി, സേലം അങ്ങനെയാണ് ചെന്നൈക്ക് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് എന്തൊക്കെയുള്ള കാഴ്ചകളൊക്കെ കാണാം. ഫ്രണ്ടിൽ ഇപ്പോൾ ഷൂട്ട് ചെയ്യാനുള്ള ഗ്യാപ്പില്ല. അവിടെ ഇപ്പോൾ ഈ ടൗൺ വിട്ട് കഴിയുന്നവരെ ഇവിടുന്ന് കുറേ പേര് ടിക്കറ്റ് ബുക്ക് ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ കാരണമുണ്ടാവും. അതുകൊണ്ട് കണ്ടക്ടർ അവിടെ തന്നെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഷൂട്ടായി ഫ്രണ്ടിൽ പോകാൻ പറ്റില്ല. ഒക്കെ ഒന്ന് സീറ്റിംഗ് ആയി റണ്ണിങ് സീറ്റിംഗ് ആയതിന് ശേഷം നമുക്ക് യാത്രൻ്റെ കാഴ്ചകളൊക്കെ തന്നെ കണ്ടു തന്നെ പോകാം. നല്ല ഒരു ഫീലാണ് കേട്ടോ. കാരണം നല്ല വെയിറ്റുള്ള വണ്ടിയാണ്. പിന്നെ ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ നല്ലൊരു എന്താ പറയുക വേറൊരു ഫീലാണ്. സാധാരണ മറ്റേ ബസ്സിൽ പോകുമ്പോൾ പോലുള്ള ഒരു അലഞ്ചിട്ടൊന്നും ഇല്ലാത്തതാണ്. ഫ്രണ്ട് ക്യാബിനാണ്. ക്യാബിൻ്റെ അപ്പുറത്താണ് ഡ്രൈവർ. ഡോറോടുന്ന് അപ്പുറത്തേക്ക് പോകണം. അതാണ്. ഇപ്പോൾ വണ്ടിയിൽ കയറിയ സമയത്ത് ഭയങ്കര ഹീറ്റായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ച് കൂളായി. ഇനി കയറ ഊട്ടി കഴിയുമ്പോഴത്തേക്ക് നല്ല കൂളാവും. പിന്നെ ബസ്സിൻ്റെ മെയിൻ്റനൻസ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഒരു പുഷ് ബാക്ക് സീറ്റാണ്. നമ്മൾ പുഷ് ബാക്ക് ചെയ്യാതെ തന്നെ അത് ഇരുന്ന് ചാരുമ്പോൾ പുഷായി പോകുന്നുണ്ട് പുറകിലേക്ക്. അത് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്.
വണ്ടി കുറച്ച് ഓൾഡാണ്, പക്ഷേ റണ്ണിങ് കണ്ടീഷൻ ഓക്കെ നല്ല. ഊട്ടിലേക്ക് ഇതിന് മുമ്പ് മേലെ ഗുഡ്ലൂർ എത്തുമ്പോൾ ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്. ഇവിടെ ഈ ഡ്രൈവർമാരൊക്കെ ഇവിടെ വന്നിട്ട് ഒരു പിന്നെ പ്രാർത്ഥനയൊക്കെ നടത്തിയിട്ടേ പോവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി നിർത്തിയതാണ്. ഇപ്പോൾ ഇവിടെ എല്ലാ വാഹനങ്ങളും നിർത്തുന്ന ഒരു ക്ഷേത്രമാണ് ഇവിടെ. എല്ലാ ഡ്രൈവർമാരും വന്ന് ഇവിടെ നിന്ന് നിർത്തി പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷമാണ് ബസ് പുറപ്പെട്ട് പോവുക. ഇത് നമ്മളെ ഗൂഡല്ലൂർ ഡിപ്പോത്തെ മറ്റൊരു ഡ്രൈവറാണ്, നമ്മൾ വേറൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട് പുള്ളി. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ എല്ലാ വണ്ടികളും നിർത്തിയിട്ട് ഇങ്ങനെ ഒരു പൂജയൊക്കെ ചെയ്തിട്ട് പോണൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഓരോ ഡ്രൈവർമാരോരോ വിശ്വാസ രീതികളായിരിക്കും. അപ്പോൾ അതവർ മെയിൻറ്റെയിൻ ചെയ്യണം. അവിടെ നിന്ന് ചന്ദനമൊക്കെ കൊടുത്തിട്ട് ബസ്സിൻ്റെ മുമ്പിൽ ഇങ്ങനെ വരയ്ക്കുന്നുണ്ട്. ഗൂഡല്ലൂരിന് വിട പറയാൻ പോവാണ്. അവസാനത്തെ ഫ്രോഗ് ഹിൽ വ്യൂ പോയിൻറ്റിൻ്റെ അവിടെയുള്ള ആ ഒരു ബെൻഡ് തിരിഞ്ഞു. ഗൂഡല്ലൂരിൻ്റെ ഒരു വ്യൂ കാണും ഇവിടുന്ന്. അതേ കിടക്കണം താഴെ, പക്ഷെ മഞ്ഞ് മൂടിയ പോലെ. എൻ്റെ സീറ്റ് നേരെ ഇരിക്കുന്നില്ല, ചാഞ്ഞു പോവാണ്. അപ്പോൾ ഞാൻ സാധാരണ വെറുതെ ഇരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ചാഞ്ഞു പോകുന്നതുകൊണ്ട് എനിക്ക് ഉറക്കം വരിക ഇരിക്കുമ്പോൾ. ഇനിയിപ്പോൾ ഏതായാലും ഈ റൂട്ട് നമ്മൾ സാധാരണ എപ്പോഴും യാത്ര ചെയ്യുന്നതാണ്. ഊട്ടി ചെന്നതിന് ശേഷം നമുക്ക് കാണാം. അതുവരെ ഞാൻ കുറച്ച് നേരം റെസ്റ്റ്. ഓക്കെ. വണ്ടി ഊട്ടിയിലെത്തിട്ടാ 4:30 സമയം, 2.5 മണിക്കൂറായി നമുക്ക് അങ്ങോട്ട് വരാൻ. കാരണം ഈ ഇടയിൽ ഫുൾ ബ്ലോക്കായിരുന്നു. ടൂറിസ്റ്റ് സ്പോട്ടുകളിലൊക്കെ ഭയങ്കര വണ്ടികളായിട്ട് ഭയങ്കര ബ്ലോക്കായിരുന്നു. ഇപ്പോൾ 2.5 മണിക്കൂർ എടുത്തിട്ട് 4:30 ആയപ്പോഴാണ് ഇപ്പോൾ ഇവിടെ എത്തുന്നത്. പക്ഷെ ഞാൻ നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങിയിട്ട് എഴുന്നേറ്റു. നല്ല ക്ലൈമറ്റാണ് കേട്ടോ, തെളിഞ്ഞ ക്ലൈമറ്റാണ്. അപ്പോൾ ഇവിടെ വണ്ടി 10 മിനിറ്റ് സ്റ്റോപ്പ് ഉണ്ട്, കഴിഞ്ഞിട്ട് പോകുള്ളൂ. അപ്പോൾ ചായ കുടിക്കണമെങ്കിൽ കുടിക്കാം. പക്ഷേ ബസ്സിന് ഫുൾ റഷാണ്, കുറേ ആൾക്കാർ ഇവിടെ ചേർന്നുണ്ട്. സീറ്റ് ബുക്ക് ചെയ്തതാണോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. ഡ്രൈവർ ഊട്ടിയിൽ നിന്ന് പച്ചക്കറിയൊക്കെ മേടിച്ച് സ്റ്റോക്കാക്കി വെച്ചിട്ടുണ്ട് പോവാൻ. ഡ്രൈവ് കുറച്ച് റിസ്ക്കാണ് അല്ലേ, ഗ്യാപ്പേ ഇല്ല, ഫുൾ ട്രാഫിക്കാണ്. ചെറിയ റോഡ്, വണ്ടികൾ, ബസ് മൊത്തം പോകുന്ന റോഡാണ് ഊട്ടി ബൈപ്പാസ്.
സോ നമ്മൾ ബ്ലോക്കിലൊക്കെ പെട്ട് കുറേ നേരമായി. ഇപ്പോൾ നമ്മൾ ഹണ്ണൂർ എത്തുന്നേ ഉള്ളൂ. സമയം ഇപ്പോൾ 8 മണിയാണ്, 7:45 കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ ഹണ്ണൂർ വന്നിട്ട് നമ്മളിവിടെ ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി വണ്ടി സൈഡാക്കിയതാണ്. വണ്ടി സൈഡാക്കുന്നേ ഉള്ളൂ. ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് പോവാം. നമ്മൾ വണ്ടിയിൽ നിന്ന് നമ്മുടെ ഇഷ്ടപ്രകാരം ഇവിടെ നിന്ന് പോയി കഴിക്കാൻ പറ്റില്ല. എവിടെയാണോ ബസ് വന്ന് നിർത്തുന്നത് അവിടെ എന്താണോ കിട്ടുന്നത് അത് വാങ്ങി കഴിച്ചിട്ട് പോവാം. അപ്പോൾ ഇവിടെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നേരെ പോകാനാണ് തീരുമാനം. നമ്മുടെ ചൈനീസൊക്കെ ഉണ്ട്, എന്തൊക്കെ ഫുഡുണ്ട് അത് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിക്കണത്. കണ്ടോ നമ്മൾ സ്വാഗതം ചെയ്യണ ഫ്രൈഡ് റൈസ് ഉള്ളവർക്ക്. അപ്പോൾ ഇവിടുന്ന് ഫ്രൈഡ് റൈസ് സാപ്പിടോ? ആ സാപ്പിടാം. ഹോട്ടൽ നെയിം ഹോട്ടൽ കാരക്കുടി ഹോട്ടൽ. ഈ ഇടം പേര് അത് അന്നൂർ, അത് അഞ്ചപ്പള്ളി പിരിവ് കാരക്കുടി ഹോട്ടൽ. ആ ശരി. ഓക്കെ, അപ്പോൾ ഇன்றைக்கி சாப்பிட்டுட்டு போவாനാണ് നമ്മുടെ പ്ലാൻ. ஓகே, சொல்லுங்க என்னென்ன சாப்பிட்றதுக்கு என்னென்ன இருக்குது? நெய் ரோஸ்ட்டு, ஆனியன் ரோஸ்ட்டு, முட்டை ரோஸ்ட்டு, இட்லி, தோசை, சிக்கன் ரைஸு, சிக்கன் நூடல்ஸு, கொத்து பரோட்டா, சில்லி இருக்குது, பெப்பர் சிக்கன், கொத்து பரோட்டாலாம் இருக்கா? கொத்து பரோட்டா இருக்குது. ரைட் சாப்பிட வேண்டியது. കാരക്കുടി മിസ് ഹോട്ടൽ അതല്ല. റൈറ്റ് ഓക്കെ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിക്കണം. എന്തൊക്കെയോ, അതായത് തമിഴ്നാട് സ്റ്റൈലിലുള്ള കുറേ ഫുഡുകളുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിക്കുന്നത്. പാർസലൊക്കെ ബഹു ജോറായിട്ട് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കൊന്ന് ഹാൻഡ് വാഷ് ചെയ്യാം. കതിർമതി കാരക്കുടി ചെട്ടിനാട് ഹോട്ടൽ എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര് കേട്ടോ. അത് നോൺ വെജ് രണ്ടും ഉണ്ട്. ഞാൻ ഫ്രൈഡ് റൈസ് കഴിച്ചു, ചിക്കൻ ഫ്രൈഡ് റൈസൊക്കെ കഴിച്ചു. ഞാൻ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു. പക്ഷേ പെട്ടെന്ന് ചിക്കൻ കൊണ്ടു, പിന്നെ മാറ്റാനൊന്നും സമയം ഉണ്ടായില്ല. ഏതായാലും കഴിച്ചു. പക്ഷെ ഞാൻ കഴിച്ചിട്ട് ഇവർ എൻ്റെ അടുത്ത് പൈസ മേടിക്കുന്നില്ല. ഞാൻ പൈസ കൊടുത്തിട്ട് അവർ പൈസ വേണ്ടെന്ന് പറയാം. എന്താണെന്ന് വെച്ചാൽ യൂട്യൂബ് ആയതുകൊണ്ടാണ് പറയാം. ഞാൻ കുറേ നിർബന്ധിച്ച് അവർ വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇപ്പം ഞാൻ എന്താ ചെയ്യുന്നത്, ഇതാക്കില്ല. അതിലെല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഡ്രൈവർ കണ്ടക്ടർ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബസ് പുറപ്പെടും. ഇവിടെ മൊത്തം കാരക്കുടി എന്നുള്ള പേരിലുള്ള ഹോട്ടലുകളാണ്. അതിൻ്റെ തൊട്ട് അപ്പുറത്തും ഇപ്പുറത്തുള്ളതെല്ലാം സെയിം ഒരേ പേരിലാണ്. അവിടെ കാണുന്നതൊക്കെ ഉണ്ട്. അവിടെയൊക്കെ കാരക്കുടി എന്ന് പറഞ്ഞ സ്ഥലത്തിൽ ഈ ഫുഡ് ഭയങ്കര ഫേമസാണ്. ചിക്കൻ കറിയൊക്കെ ഭയങ്കര ഫേമസാണെന്ന് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇവിടെ കടകളുണ്ട്. അധിക കടകളും അങ്ങനെ തന്നെ. ഇതിപ്പോൾ അന്നൂരിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ഒരു സ്ഥലമാണ്. ഇനി എവിടെ സ്റ്റോപ്പ് ഉണ്ടാവില്ലായിരിക്കും, നേരെ പോകുമായിരിക്കും. നമ്മളിപ്പോൾ അവിനാശി എത്തി. അവിനാശി നേരെ സേലാണ്. ഇനി നമുക്ക് ബസ് എവിടെ സ്റ്റോപ്പ് ഉണ്ടാവില്ല, നേരെ പോവും. അതായത് വിഴിപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ കണ്ടൊരു ടീ ബ്രേക്ക് ഉണ്ടെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞാൽ പിന്നെ നേരെ ചെന്നൈയിലെത്തിയിട്ടേ നിൽക്കുള്ളൂ. പക്ഷെ ഇവിടുന്ന് സേലം തന്നെ ഒരു 100 ചില്ലറ കിലോമീറ്ററിൻ്റെ മുകളിലുണ്ട് സേലത്തേക്ക് എത്തുന്ന തന്നെ. പക്ഷെ കുറച്ചും കഴിഞ്ഞാൽ റോഡ് ഫുൾ ഫ്രീ ആയിരിക്കും, വിട്ടങ്ങ് പോവും. തട്ടുകടകളുടെ കച്ചവടം, പിന്നെ ഈ ഓരോ സന്തിൽ ഈ വൈൻ ഷോപ്പുകളുണ്ടാവും. അവിടെ ഭയങ്കര തിരക്കനുഭവപ്പെടും.
പക്ഷേ സമയം 3:15. നമ്മളിപ്പോൾ വിഴിപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ടീ ബ്രേക്കിന് വേണ്ടി സൈഡാക്കിയതാണ്. ഇനി നമുക്ക് ഇവിടുന്ന് വീണ്ടും പോകാനുണ്ട്. ഹൈവേൻ്റെ സൈഡിൽ വണ്ടി സ്റ്റോപ്പ് ചെയ്തിന്. അവിടെ ചെറിയൊരു കടയുണ്ട്, ചായക്കട. അവിടെ എല്ലാവരും ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. ഇനി അടുത്ത് നേരെ ചെന്നൈ. ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ നിർത്തിയതിന് ശേഷം അവിടുന്ന് വണ്ടി എടുത്തിട്ട് ഇപ്പോൾ ഇവിടെയാണ് സ്റ്റോപ്പ്. ഇനി ഇത് കഴിഞ്ഞാൽ നേരെ ചെന്നൈ ചെന്ന് നിർത്തും. ഗുഡ് മോർണിംഗ്. അങ്ങനെ ഞാൻ ചെന്നൈയിലെത്തിട്ടോ. സമയം രാവിലെ 5:30 5:30 ഇപ്പോൾ ചെന്നൈ കിളമ്പാക്കം ന്യൂ ബസ് സ്റ്റാൻഡിൽ ഞാനൊന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ബസ് ഉണ്ടോ അവിടെ? ഇതൊരു ബഡ ബസ് സ്റ്റാൻഡാണ്. ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ തനിച്ച് ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ചെയ്യാൻ പറ്റില്ല. നല്ല നേരം വെളുത്തതിൻ്റെ ശേഷം ഞാൻ പിന്നെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇത് ഫുള്ളായിട്ടൊരു ടൂറ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അടിപൊളി ബസ് സ്റ്റാൻഡാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ബസ് സ്റ്റാൻഡാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, ഈ വീഡിയോ ഞാനിപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.